നമസ്കാരം. കഴിഞ്ഞ കുറേ മാസങ്ങളായി ചൈനീസ് ഗവൺമെൻറ് ഇന്ത്യയോടുള്ള അവരുടെ അന്താരാഷ്ട്ര നയതന്ത്ര സമീപനം അപ്പാടെ മാറ്റിയിരിക്കുകയാണ്. അതിനുള്ള പ്രധാന കാരണം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റായി വീണ്ടും അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമല്ല, ചൈനയ്ക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് വ്യാപാര മേഖലയിലും സൈനിക മേഖലയിലും അതുപോലെ നയതന്ത്ര തലത്തിലും എടുത്ത കടുത്ത നടപടികൾ കൊണ്ടുതന്നെയാണ്. ചൈനീസ് ഗവൺമെൻറ്റിന് നന്നായി അറിയാമായിരുന്നു ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡൻ്റായി അധികാരത്തിൽ വരുമെന്നും ട്രംപ് ഭരണകൂടം ഉടൻ തന്നെ അമേരിക്കയിലേക്ക് ചൈന ഇമ്പോർട്ട് ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഏതു നിമിഷവും വലിയ ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയിലേക്കുള്ള ചൈനയുടെ ഇറക്കുമതിക്ക് വളരെയധികം തിരിച്ചടി നേരിടേണ്ടതായി വരും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ ചൈന നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇല്ലീഗൽ ആക്ടിവിറ്റീസുകളും തൽക്കാലം അവസാനിപ്പിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ ചേർത്ത് പിടിക്കാൻ ചൈനീസ് ഗവൺമെൻറ്റിനെ നിർബന്ധിതരാക്കിയത്. 2020 ചൈനീസ് മിലിറ്ററി ലഡാക്ക് ഇൻഡോ ചൈന അതിർത്തിയിലെ പല തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലും കടന്നു കയറിയതിനു ശേഷം ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും ജവാന്മാർ തമ്മിൽ നടന്ന കയ്യാങ്കളിയിൽ ഇന്ത്യയുടെ ഏകദേശം 20ഓളം ജവാന്മാരും അതുപോലെ ചൈനയുടെ ഏകദേശം 45ഓളം ജവാന്മാരും ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ലഡാക്കിലെ ഇന്ത്യൻ അതിർത്തികളിലേക്ക് കടന്നുകയറിയ പ്രദേശങ്ങളിൽ നിന്നും ചൈനീസ് മിലിറ്ററിയെ ഒഴിപ്പിക്കുവാൻ വേണ്ടി 2020 മുതൽ 2024 വരെ ഇന്ത്യയും ചൈനയും തമ്മിൽ 20 റൗണ്ടുകളോളം സൈനിക നയതന്ത്ര ചർച്ചകൾ നടത്തിയെങ്കിലും ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ പിടിവാശി കാരണം ചർച്ചകൾക്ക് തീരുമാനമാകാതെ വഴിമുട്ടി നിൽക്കുകയായിരുന്നു. ചൈനയെ പണിഷ് ചെയ്യുവാൻ വേണ്ടി ഇന്ത്യ ചൈനയുമായുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് പുനരാരംഭിച്ചില്ല എന്ന് മാത്രമല്ല, ടിക്ടോക്ക് അടക്കമുള്ള 250-ൽ പരം ചൈനീസ് ആപ്പുകളെയാണ് ഇന്ത്യ നിരോധിക്കുകയും ചെയ്തത്. ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ചൈനീസ് നിക്ഷേപത്തിനുള്ള അനുമതി നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഇന്ത്യയിലേക്കുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ഇന്ത്യൻ ഗവൺമെൻറ് കുറക്കുകയും ചെയ്തിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്ന മാന്യതയും റെസ്പെക്റ്റും അതുപോലെ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഉറ്റ സൗഹൃദ ബന്ധവും ചൈനയുടെ ഉറക്കം എല്ലായ്പ്പോഴും കെടുത്തിയിരുന്നു. ചൈനയെ തകർക്കാൻ ശ്രമിക്കുന്ന ഡൊണാൾഡ് ട്രംപും ചൈന തകർക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ അത് ചൈനയുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിലും അതുപോലെ ആഗോള നയതന്ത്ര തലത്തിലും വൻപിച്ച നഷ്ടമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ചൈനീസ് ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി നല്ല അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. അതിൻ്റെ ആദ്യപടിയായി ചൈനീസ് മിലിറ്ററി ലഡാക്ക് അതിർത്തികളിൽ കടന്നുകയറിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം അവരുടെ മിലിറ്ററിയെ പിൻവലിക്കാൻ തീരുമാനിക്കുകയും തർക്കം മൂലം ചില അതിർത്തി പ്രദേശങ്ങളിൽ നിർത്തിവച്ചിരുന്ന പെട്രോളിംഗ് പുനരാരംഭിക്കുവാനും തീരുമാനമായിരിക്കുകയാണ്. അതുകൂടാതെ കഴിഞ്ഞ 4-5 വർഷക്കാലമായി നിർത്തിവെച്ച ഇൻഡോ ചൈനീസ് ഡയറക്റ്റ് വിമാന സർവീസ് പുനരാരംഭിക്കുവാനും അതുപോലെ നിർത്തിവെച്ച കൈലാസ മാനസ സരോവർ യാത്രയും പുനരാരംഭിക്കുവാനും തീരുമാനമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെയാണെങ്കിലും ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇൻഡോ ചൈന അതിർത്തികളിലും അതുപോലെ ചൈനയോടുള്ള ഇന്ത്യയുടെ നയതന്ത്ര പ്രവർത്തനങ്ങളിലും ഇന്ത്യൻ ഗവൺമെൻറ് അതിയായ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുന്നത്.